നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിൽ വീടുകളോ കടമുറികളോ ഒക്കെ സ്വന്തമായിട്ടുള്ള പലരെയും അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടേറിയ വിഷയമാണ് വാടകക്കാരനെങ്ങാനും ഒഴിഞ്ഞു തരാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നത്. ശരിയല്ലേ? സ്ഥിരമായി കുറച്ചു വർഷങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ വാടകയ്ക്ക് ആണെങ്കിലും കെട്ടിടം നൽകിയാൽ പിന്നീട് അത് നിയമപരമായി തന്നെ അയാൾ എന്നെ ഒഴിവാക്കി എൻ്റെ കെട്ടിടം സ്വന്തമാക്കിക്കൊണ്ട് പൊക്കളയുമോ? പലരും ഇങ്ങനെയൊക്കെ ഭയങ്ങളുമായി കഴിയുന്ന ആളുകളാണ്. സ്വന്തമായ ഒരു വീടോ കടമുറിയോ ഉള്ള എന്നാൽ അത് മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകാൻ ഭയപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? ദീർഘകാലം ഒരാൾ വാടകയ്ക്ക് താമസിച്ചാൽ ആ വാടകക്കാരൻ വസ്തുവിന്റെ ഉടമസ്ഥനായി തീരുമോ എന്ന പേടി പലർക്കുമുണ്ട്, പ്രത്യേകിച്ച് നാട്ടിൽ വരാൻ കഴിയാത്ത പ്രവാസികൾക്ക്. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭയം പൂർണ്ണമായിട്ടും മാറും എന്ന ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ കെട്ടിടം നിങ്ങളൊരാൾക്ക് വാടകയ്ക്കായി നൽകുന്നു. ചില വർഷങ്ങൾ ഇതാ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. അപ്പോൾ വാടകക്കാരൻ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായി തീരുമോ? ഉത്തരം ഇതാണ്: 50 വർഷം കഴിഞ്ഞാലും ഒരിക്കലും വാടകക്കാരൻ ഉടമസ്ഥനാവില്ല. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ. അയാൾ വാടകക്കാരൻ തന്നെയായിട്ട് തുടരും. 2024 മുതൽ 26 വരെയുള്ള കാലയളവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിച്ച സുപ്രധാന വിധികൾ കെട്ടിട ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് ഈ വിഷയത്തിൽ നൽകുന്നത്. ഒരു വാടകക്കാരൻ 5 വർഷമല്ല 50 വർഷം തുടർച്ചയായി താമസിച്ചാലും ആ വസ്തുവിന്മേൽ അയാൾക്ക് യാതൊരുവിധ ഉടമസ്ഥാവകാശവും ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തന്നെയാണ്. അത് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? പലരും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, 12 വർഷം തുടർച്ചയായി ഒരാളുടെ ഭൂമിയിൽ യാതൊരു എതിർപ്പുമില്ലാതെ താമസിച്ചാൽ ആ താമസിച്ചയാൾക്ക് ആ വസ്തു സ്വന്തമായി കിട്ടുമെന്ന്. ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് പ്രകാരമുള്ള ഇതിനെയാണ് അഡ്വേഴ്സ് പൊസഷൻ അഥവാ പ്രതികൂല കൈവശം എന്ന് പറയുന്നത്. എന്നാൽ വാടകക്കാരുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലെന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം വാടകക്കാരൻ ഒരു കെട്ടിടത്തിൽ പ്രവേശിക്കുന്നത് ഉടമസ്ഥന്റെ അനുമതിയോടുകൂടിയാണ്. ഇതിനെ നിയമഭാഷയിൽ പെർമിസീവ് പൊസഷൻ അഥവാ അനുവാദ അധിഷ്ഠിത കൈവശം എന്നാണ് പറയുന്നത്. അനുവാദത്തോടെയുള്ള കൈവശം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വാടകക്കാരനെ ഒരിക്കലും ഉടമസ്ഥനാക്കി മാറ്റില്ല. അയാൾ വാടകക്കാരൻ തന്നെയായിരിക്കും. നിയമത്തിൽ ശക്തമായൊരു തത്വമുണ്ട്: വൺസ് എ ടെനന്റ് ഓൾവേസ് എ ടെനന്റ്. അതായത് ഒരിക്കൽ വാടകക്കാരനായാൽ എക്കാലത്തും വാടകക്കാരൻ തന്നെയായിരിക്കും, ഉടമസ്ഥനാവില്ല അത്ര. 2024 ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ഭാരതീയ സാക്ഷ്യ അധിനിയം BSA 2023 സെക്ഷൻ 122 പ്രകാരം ഒരിക്കൽ ഒരാളെ യഥാർത്ഥ ഉടമസ്ഥനായി അംഗീകരിച്ച് വാടക കരാർ ഒപ്പിടുകയും വാടക നൽകി തുടങ്ങുകയും ചെയ്താൽ പിന്നീട് ആ ഉടമസ്ഥന്റെ അവകാശത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ വാടകക്കാരന് യാതൊരു നിയമപരമായ അർഹതയും ഇല്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2025 ജ്യോതി ശർമ്മ വേഴ്സസ് വിഷ്ണു ഗോയൽ കേസ്. 1953 മുതൽ 7 പതിറ്റാണ്ടോളം ഒരു കടമുറിയിൽ വാടകയ്ക്ക് നിന്ന ആളുകൾ യഥാർത്ഥ ഉടമയ്ക്കെതിരെ ഒടുവിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതി ആ വാദം കർശനമായി തള്ളിക്കളയുകയും കെട്ടിടം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. വാടകക്കാരന്റെ കൈവശാവകാശം എന്നത് എക്കാലത്തും ഉടമയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കുമെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. സമാനമായി 2024 ബ്രിജ് നാരായണൻ ശുക്ല കേസിലും കോടതി വാടകക്കാരന്റെ ഉടമസ്ഥാവകാശ വാദങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിരുന്നു. ഇനി നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കേരള റെന്റ് കൺട്രോൾ നിയമത്തെക്കുറിച്ച് അല്പമൊന്ന് പറയാം. വാടകക്കാരെ അന്യായമായി ഒഴിപ്പിക്കാൻ കഴിയില്ല, അതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. പക്ഷേ കെട്ടിട ഉടമയ്ക്ക് ന്യായമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിയമം പൂർണ്ണമായും കെട്ടിട ഉടമയുടെ കൂടെ നിന്ന് അയാളെ സഹായിക്കും. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ട് വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അവകാശമുണ്ട്. ആ പ്രധാന 3 കാരണങ്ങൾ ഇനി വിവരിക്കാം. ഒന്നാമതായി, വാടക കുടിശ്ശിക വരുത്തിയാൽ. വാടകക്കാരൻ കൃത്യമായി വാടക തന്നില്ലെങ്കിൽ 15 ദിവസത്തെ നോട്ടീസ് നൽകി നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. രണ്ടാമത്തേത്, ഉടമയുടെ സ്വന്തം ആവശ്യപ്രകാരം, അതായത് ഉടമയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ താമസിക്കാനോ ബിസിനസ് തുടങ്ങാനോ ആ കെട്ടിടം ആവശ്യമായി വന്നാൽ വാടകക്കാരനെ ഒഴിപ്പിക്കാം. എന്നാൽ ഇത് സത്യസന്ധമായ ആവശ്യമായിരിക്കണം എന്ന് മാത്രം. മൂന്നാമതായി, ഉപവാടകയ്ക്ക് നൽകൽ. അതായത് ഉടമയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ ഒരു വാടകക്കാരൻ ആ കെട്ടിടം മറ്റൊരാൾക്ക് മറിച്ചു വാടകയ്ക്ക് നൽകിയാൽ അതും അയാളെ കുടിയൊഴിപ്പിക്കാനുള്ള ശക്തമായ ഒരു കാരണമാണ്. ഏറ്റവും പുതിയൊരു വിവരം എന്ന നിലയിൽ 2026 ജനുവരിയിൽ കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. വടവതി രാജീവൻ കേസിലെ ഈ വിധി പ്രകാരം റെന്റ് കൺട്രോൾ നിയമം നേരത്തെ ബാധകമായിരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പിന്നീട് മുനിസിപ്പാലിറ്റിയായി മാറി.
എന്നാൽ പോലും അവിടെ ഈ വാടക നിയമം തുടർന്നും ബാധകമായിരിക്കും. അതിനായി സർക്കാരിന്റെ പുതിയൊരു വിജ്ഞാപനത്തിന്റെ പോലും ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി. ഇത് വാടക സംബന്ധമായ കേസുകളിൽ വലിയ നിയമസ്ഥിരതയാണ് കേരളത്തിൽ നൽകുന്നത്. അതുകൊണ്ട് ഉടമകൾക്ക് എപ്പോഴും ആശ്വസിക്കാൻ വകയുണ്ട്. ചുരുക്കത്തിൽ, നിങ്ങളുടെ വാടകക്കാരൻ കാലപ്പഴക്കം കൊണ്ട് ഉടമസ്ഥനായി പോകുമോ എന്ന ഭയം ഇനിയൊട്ടും നിങ്ങൾക്ക് വേണ്ട. കോടതികളും നിയമങ്ങളും യഥാർത്ഥ ഉടമസ്ഥനൊപ്പം തന്നെയാണ്. എന്നാൽ ഭാവിയിൽ വ്യവഹാരങ്ങൾ ഒഴിവാക്കാൻ കൃത്യമായ വാടക കരാറുകൾ, അതായത് റെന്റ് എഗ്രിമെന്റുകൾ എപ്പോഴും എഴുതി തയ്യാറാക്കാനും അവ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യാനും ഉടമസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിയമവിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പ്രവാസികളായ സുഹൃത്തുക്കൾക്കും ദയവായി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.